എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മിക്ക് പാസ്പോർട്ട് റിന്യൂവൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോഴേ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം പരിപാടി എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കണം. പെട്രോൾ നെഹി ഹെ. അപ്പോൾ പെട്രോൾ അടിച്ചതിന് ശേഷം നേരെ സേവകേന്ദ്രത്തിലേക്ക് പോവാണ് പാസ്പോർട്ടിൻ്റെ. റിന്യൂവൽ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക, മൊബൈലിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടണം റിന്യൂവലിൻ്റെ കാര്യം. എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ ഇയറിൽ. ഞാനിതുപോലെ വിസയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കണത് പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, പാസ്പോർട്ടിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോയി. അപ്പോൾ എനിക്ക് നെയിം ചേഞ്ചും ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിൻ്റെ ഒരു പേര് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് അതേപോലെ തന്നെ തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് എന്നെ പറഞ്ഞപ്പോൾ അത് കാരണം ഞാൻ തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് എന്നോട് പറഞ്ഞത് നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഈസി അല്ല, അത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് 2 പത്രത്തിൽ കൊടുക്കണം, എന്നാലേ നെയിം ചേഞ്ചിന്റെ കാര്യം നടക്കുള്ളൂ അത് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വിസ എടുത്ത് ആകെ വണ്ടറടിച്ചു കഴിഞ്ഞിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. എനിക്കാണെങ്കിൽ ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് കുറെ പേരോടൊക്കെ ചോദിച്ചിട്ട് അവർ ഇതുപോലെ പത്രത്തിൽ കൊടുക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പത്രത്തിൽ കൊടുത്ത് പത്രത്തിൽ ആ പരസ്യം വന്ന് എന്നിട്ട് ആ പരസ്യമായിട്ട് പിന്നെ പോയി കഴിഞ്ഞ ശേഷമാണ് നെയിം ചേഞ്ചും കാര്യങ്ങളൊക്കെ നടന്നത്. റിന്യൂ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല, നെയിം ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ പാസ്പോർട്ട് റിന്യൂവലിന്റെ ഡേറ്റും എപ്പോഴും ഒരു ഇതിൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടണം, ആ ടൈം ആകുമ്പോൾ ഒന്ന് റിമൈൻഡർ. അപ്പോൾ എനിക്ക് ഞാൻ അവിടെ നിന്ന് ശരിക്കും എനിക്ക് ആകെ വണ്ടറടിച്ചൊരു ടൈമാണ്. അപ്പോൾ ഈ റിന്യൂവലിന്റെ കാര്യം മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 4 years ആയിട്ട് നാട്ടിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പോയി വരും അങ്ങനെയാണ് ചെയ്തിരുന്നത് ഈ 4 years ആയിട്ട്. അപ്പോൾ എക്സ്പയറി ആയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ എല്ലാവരും പാസ്പോർട്ടിൻ്റെ സംഭവം ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ റിമൈൻഡർ ഉണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ട് ഓർമ്മ ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പറ്റിയാറ് ഞാൻ എല്ലാവരുടെ പാസ്പോർട്ടും നോക്കും. അത് കാരണം ഇപ്പോൾ ഉമ്മീൻ്റെ പാസ്പോർട്ട് ഏപ്രിലിൽ അതിൻ്റെ വാലിഡിറ്റി കഴിയും. അപ്പോൾ നേരത്തെ തന്നെ ചെയ്തു വെക്കാൻ ഓർത്തിട്ടാണ് പോണത്. ഞങ്ങൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. 8:30 ടോക്കൺ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. സോ ടോക്കൺ കളക്ട് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ആക്കണം. അതാണ് ഞാൻ നെക്സ്റ്റ് പ്രോസസ്. ടോക്കൺ നമ്പർ എത്തി, 10ാമത്തെ ടോക്കൺ നമ്പർ. ഞങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെക്കിങ് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭയങ്കര സ്ലോ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല ഫാസ്റ്റായിട്ടുണ്ട്. നല്ല സർവീസാണ്, അടിപൊളി സർവീസാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര മോശം സർവീസായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല അടിപൊളി സർവീസായിരുന്നു. പാസ്പോർട്ട് സേവാ കേന്ദ്രം ആലുവ. ആരെങ്കിലൊക്കെ എറണാകുളത്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഒരു ഫിലിം ഉണ്ടാകാമെന്ന് ആലോചിക്കുന്നത് ടോവിനോ ഈ പടം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ പരിപാടികളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഫിലിം കാണണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അന്വേഷിപ്പിൻ കണ്ടെത്താണ് അതും 11:30 മണിക്കാണ്. ഞങ്ങളുടെ ടൈം ആകെ ഓൾറെഡി ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവിടുത്തെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഉള്ള ഒരു പ്ലാനായിരുന്നു.
സദ്യ ഒന്ന് പോയിട്ട് കഴിച്ചു നോക്കാൻ ഓർത്തു. സോ ഇനി സദ്യ കഴിക്കുന്ന സ്ഥലത്തുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കാം. സദ്യ സ്ഥലത്തുമ്പോൾ ഞാൻ പറയാം. നേരം കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. ഞങ്ങളൊരു സദ്യ കഴിക്കുന്നത് ഫാദറിനത് വേണ്ടാന്ന് പറയും. അപ്പോൾ ഫാദറിൻ്റെ ഡ്രാഗൺ ചിക്കൻ അപ്പം സെയിം സംഭവം തന്നെ ട്രൈ ആക്കി. ഞാൻ ഇവിടുത്തെ സദ്യ കഴിച്ചിട്ടില്ല, അപ്പോൾ സദ്യ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. വേറെ സാധനം ട്രൈ ചെയ്യാൻ നോക്കി. എനിക്കാണെങ്കിൽ വെറൈറ്റി ഇങ്ങനെ ഓരോ ഹോട്ടലിൽ നിന്ന് വെറൈറ്റി ഐറ്റംസ് അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരേ സെയിം ഒരു സംഭവം തന്നെ എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. വെറൈറ്റി ട്രൈ ചെയ്യണം. ഉമ്മി തീരെ വ്ളോഗിൽ മിണ്ടൂല, സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ടും വരില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇപ്പൊ തന്നെ ക്യാമറ വെച്ചപ്പോ തന്നെ മുഖമൊക്കെ മാറി. അപ്പൊ എന്താ സദ്യ കഴിക്കാത്തത്? എനിക്ക് പൊതുവേ സദ്യ ഇഷ്ടമല്ല. എനിക്ക് ബിരിയാണി, ഇവിടെ നോക്കി പറയും, ഇവിടെയാണ് ക്യാമറ. ഈ ബിരിയാണി അതേപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടം. അത് ഞാൻ അങ്ങനെ പറ്റിയ സാധനങ്ങളൊക്കെ നോൺ വെജ് മകളെ കൊണ്ട് ഓർഡർ ചെയ്യിക്കും. അങ്ങനത്തെ പരിപാടി മെയിൻ ആണ്. എവിടെ നോക്കിട്ട് നിങ്ങൾ സദ്യ ഫേമസ് ആക്കാൻ നോക്കാം. ആയിക്കോട്ടെ. ഓക്കെ. ആ സദ്യന്റെ ഇല വന്ന് ഗൈസ്. അടിപൊളി കപ്പിൾ എന്നുള്ള ചാനലാണ്. യെസ്. നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, എല്ലാ കറികൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 130 രൂപയായിരുന്നു ഒരു സദ്യയൊക്കെ അവർ ചാർജ് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ പായസം അത്ര നല്ലല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് കുടിച്ചു, ഫുള്ള് കഴിച്ചില്ല പായസം ഞാൻ. പക്ഷേ പായസം എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ സദ്യ എല്ലാ കറികളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാ കറികളും ഒന്നും അതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല, എന്നാലും ഓക്കെയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് സദ്യ കഴിക്കണ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട് സദ്യ ഉണ്ട് എന്നൊക്കെ. ഓർത്ത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാണ് വന്നത്. സാധാരണ ഇവിടെ നിന്ന് ഞങ്ങൾ ഇവരുടെ അറബിക് ഫുഡൊക്കെ കഴിക്കാറുണ്ട്, അതൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അറബിക്കൊക്കെ നല്ല വെറൈറ്റി സംഭവമാണ്.
ഫാദറിന് ഇത് ഇപ്പം സദ്യ ഇഷ്ടമില്ലാത്ത കാരണം മറ്റേ അബ്ബ കഴിച്ചത് അപ്പവും ഡ്രാഗൺ ചിക്കനും ചിക്കൻ കറി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അബ്ബക്ക് സദ്യ ഒന്നും അത്ര ഇഷ്ടമല്ല. എനിക്കും ഉമ്മയ്ക്കും ഫേവറേറ്റ് സദ്യയാണ്. ചൂട് ഫുഡടി കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു, നല്ല സദ്യയായിരുന്നു, അടിപൊളി സദ്യ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അലിക്കാസ് കടയിൽ വന്നേക്കുകയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ. ഞാൻ ഇറങ്ങണില്ല, അവിടെ ഉമ്മയും അപ്പയും കൂടി ഇറങ്ങിയിട്ട് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഫുഡ് കഴിച്ച് ആകെ കിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഒരു ഈവനിങ്ങിൽ ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ 1 hour, അല്ലെങ്കിൽ മടിയുള്ള ദിവസമാണെങ്കിൽ ഒരു 30 minute 30 minutes ഞങ്ങൾ നടക്കാൻ പോകും. ഇപ്പോൾ പുതിയ ശീലം തുടങ്ങിയേക്കാണ്. ഇപ്പോൾ ഒരു 2 weeks ആകുമ്പോഴാണ് നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല എനർജിയാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വഴിയും കൂടെ കാണിച്ചു തരാം. നല്ല രസമാണ് നടക്കണ വഴി, കിടിലൻ വൈബാണ്. കാണിച്ചു തരാം. നിങ്ങളുടെ നിഴൽ കണ്ടോ? ഞങ്ങളെ വഴി, നടക്കണ വഴി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യൂ, അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനും ഒക്കെ. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ആരുമില്ല ഈ വഴിയിലൊന്നും. എന്താ പറയാ, ഒരുപാട് വണ്ടികളും കുറേ ബസ് അങ്ങനൊന്നും പോണ ഒരു വഴിയല്ല. ഇടക്കും തിരക്കും വല്ലപ്പോഴും ഒരു വണ്ടി അങ്ങനെയൊക്കെ പോകും. പിന്നെ കിടിലൻ റോഡ്, പിന്നെ 2 സൈഡിൽ പാടം, പിന്നെ നല്ല കാറ്റ്. വാവ്, ലുക്കിംഗ് ലൈക്ക് വാവ്. ചില ദിവസം മടി വരും, പക്ഷെ ഇറങ്ങി അങ്ങോട്ട് നടന്നാലുണ്ടല്ലോ ഈ വഴി കൂടെ ഭയങ്കര രസമാണ്. നമ്മൾ ആ ഒരു ടെൻഷനാ, മൈൻഡിലൊരു സങ്കടം അങ്ങനെയുള്ള എല്ലാം പോയി നമ്മളെ മൈൻഡ് ക്ലിയർ ആവും. എങ്ങോട്ടാണ് വഴി മാറി പോണത്. അങ്ങനെ ഇറക്കും ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റിറക്കും, കയറും ഇറങ്ങും അങ്ങനെയുള്ളതാണ്. ഭയങ്കര കുത്തനുള്ള കയറ്റമൊന്നും കേട്ടോ, ഒരു സ്ലോ പോയിന്റ് കയറ്റം. ശരിക്കും പറഞ്ഞാൽ ഊട്ടി വഴിയാണ്. പിന്നെ അയ്യോ, ചെറിയ വെയിലുണ്ട്, സംസാരിക്കാൻ ചെറിയ വെയിലുണ്ട്. പോക്ക് വെയിൽ നടക്കുക. നമ്മുടെ അവിടെ അപ്പൂപ്പനിരുന്നിട്ട് ഇത് അവിടെ പാടവരമ്പത്തിരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പൻ ഞങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കാൻ പോകുമ്പോ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ മീൻ പിടിക്കും. മീനൊക്കെ കിട്ടുന്നുണ്ടാവോ ഇടയ്ക്ക് ഞങ്ങൾ ചോദിക്കുമ്പോ 1-2 മീനൊക്കെ കിട്ടുന്നു പറയും. ഇങ്ങനെ വലിയ മീനൊന്നുമല്ല, ചെറുത്. ഞാൻ അപ്പൂപ്പനെ കാണിച്ചു തരാട്ടാ. മീൻ കിട്ടിയാ? ഇന്ന് ചാകരാണോ? ഇന്ന് ചാകരാണോ? ഒന്ന് കാണിച്ചു തരോ? ഒന്ന് നോക്കട്ടെ. ഉമ്മ ഇറങ്ങിപ്പോയി, നോക്കട്ടെ കേട്ടോ. ചേട്ടൻ്റെ മീനെ കാണിച്ചു തരാം. ചേട്ടൻ്റെ മീന അയ്യോ, ഈ സ്ഥലത്തൊക്കെ പേടിയാണേ. നോക്കട്ടെ. നല്ല കുരുമുളകും ഉപ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല വറുത്തെടുക്കാം. ചേട്ടനെടുത്ത മീനെ കഴിക്കുവോ? പിന്നെന്താണ് കഴിക്കുവോ അത് ആ മീന്? പിന്നെന്താണ്, നല്ല മീനല്ലേ. എന്തായാലും ധൈര്യമായിട്ട് കഴിക്കാം. വിഷം അടിക്കാത്ത മീനാണ്, ധൈര്യമായിട്ട് കഴിക്കാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us high. പൈനാപ്പിൾ കൃഷി കാണിച്ചേ. പൈനാപ്പിൾ കൃഷി കാണിച്ചു തരാം ഞാൻ.
ഇങ്ങനെയുള്ള റോഡും എറണാകുളത്തുണ്ട് ഗൈസ്. നിങ്ങൾ ഓർക്കും സിറ്റി മാത്രമാണെന്ന്. അല്ല, കുറച്ചിങ്ങോട്ട് വന്നാൽ നല്ല ഇത് കണ്ട പൈനാപ്പിൾ കൃഷിയാണ്. ഇത് മൊത്തം പൈനാപ്പിളാണ്. Now the morning is the afternoon. We lay awake in bed. The glass so loud as the അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ബൈ പറഞ്ഞോ. ബൈ.